അൽഹംദുലില്ലാ മാഷാ അല്ലാ. ഇന്ന് നമ്മളൊരു മീൻ പൊരിക്കണ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നത്. അപ്പം ഇങ്ങനെ നിങ്ങൾ മീൻ പൊരിച്ചിട്ടുണ്ടോയെന്ന് പറഞ്ഞുതരുകൊണ്ട് കേട്ടോ. പിന്നെ അപ്പം നമുക്ക് ഇന്ന് 500 മത്തിയാണ് കേട്ടോ വാങ്ങിയത്. 100 രൂപേൻ്റെ മത്തി വാങ്ങിക്കാണ്ട് ഞാൻ പൊരിച്ചാൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ ലേശം ഇത് ചമ്മന്തി ഉണ്ടാക്കിയതാണ് കേട്ടോ. വെറും പച്ചമുളക്, തേങ്ങ, ഉപ്പ് മാത്രം, കാന്താരി മുളക് ഇട്ടുണ്ട്. പിന്നെ ഇത് മോനാണ് കേട്ടോ കായം കൂട്ടുന്നത്. അപ്പോൾ ഓൻ്റെ ഇതിലില്ലേ ഇതാണ് നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ മീൻ പൊരിച്ചാൽ. അപ്പോൾ ഒരു വല്യുള്ളിൻ്റെ കഷ്ണം, ഒരു 2 കരിവേപ്പിൻ്റെ ഇല, പിന്നെ 2 പച്ചമുളക്, പിന്നെ എന്താ അത് കൂട്ടിക്കാണ്ട് അവനെ അടിച്ചെടുത്തു കേട്ടോ. അങ്ങനെ ഇതാ കണ്ടോ അടിച്ചെടുത്തു. പിന്നെ ശേഷം സുറുക്ക വാർന്നുകാണ്ടാണ് കേട്ടോ അടിച്ചത്. പിന്നെ അയിക്കിട്ടു ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മീൻ പൊരിച്ചാൽ. അപ്പോൾ ഞാൻ ഓനോട് പറഞ്ഞു മീൻ നന്നാക്കി ഞാൻ കായം കൂട്ടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെല്ലണം വിട്ടു കൊടുത്തതാ. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അതിക്ക് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ടു, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ അതിൽ വെളുത്തുള്ളി ഇഞ്ചിയും കൂട്ടിയിട്ടില്ല കേട്ടോ. നമ്മളിവിടെ ആദ്യം പേസ്റ്റാക്കി വെച്ചത് ഉണ്ടായതുകൊണ്ടാണ് അതിൽ കൂട്ടാവുന്നത്. പിന്നെ മുളക് പൊടി ഇട്ടു, ഒരു 2-3 സ്പൂണ് മുളക് പൊടി ഇട്ടു. മുളക് പൊടി നല്ല എരിവുണ്ട്, എരിവില്ല പൊടി തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണിൻ്റെ പകുതി മല്ലിപ്പൊടി ഇട്ടോ. മല്ലിപ്പൊടിയാണ്. ആ മല്ലിപ്പൊടി ഇട്ടു. ഇങ്ങനെയൊക്കെയാണ് അവൻ്റെ കായം കൂട്ടി. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതിന്. പിന്നെ ലേശം ഉപ്പിട്ടു, ഉപ്പ് പാകത്തിന് കേട്ടോ. ആ ഉപ്പിട്ടു. അങ്ങനെ പിന്നെ ആ ജാറൊക്കെ ഒന്ന് നല്ലോണം വടിച്ചങ്ങാണ്ട് അതിക്ക് എടുത്തു. അപ്പോൾ മീൻ എന്താക്കിങ്ങാണ്ട് ഇവിടെ കൊടുന്ന് വെച്ചിന് കേട്ടോ. അത് ആ മീൻ വേറെ പഞ്ഞി വേറെ ഒക്കെ ആക്കിങ്ങാണ്ട് കഴിഞ്ഞു. പിന്നെ ലേശം അരിപ്പൊടി ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ അതിൽ ഇട്ടീനി കേട്ടോ. അങ്ങനെ അതിട്ടു. പിന്നെ 1 സ്പൂണ് അരിപ്പൊടി ഇട്ടു. അങ്ങനെ അരിപ്പൊടി ഇട്ടാൽ നല്ലൊരു ഇതാണ്. ആ കായൊക്കെ കഴിയുമ്പോൾ തന്നെ പോരും. അങ്ങനെ മീൻ ഓരോന്നോരോന്നായി പെറുക്കിയിട്ടു. നല്ലോണം കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അവനെന്നെ കുഴച്ചുകൊണ്ട് എടുക്കുകയാണ്. പിന്നെ ഞാനിത് അധികം റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല. റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ അപ്പത്തിന് പോയിങ്ങാണ്ട് ലേശം മുരിങ്ങ ഒടിച്ചു കൊടുന്നു. തോനെയൊന്നുമില്ല, 2 ഇല്ലി മുരിങ്ങ ഒടിച്ചങ്ങാണ്ട് കൊടുന്നു. പിന്നെ അപ്പത്തിന് ഓനത് തീം വെച്ചിരിക്കണ്. ഓന് മീൻ കണ്ടാൽ ചോറുന്നാൻ വരും. അങ്ങനെ പിന്നെ ഓനെന്നെ അത് തീം വെച്ചു. പിന്നെ മറിച്ചിട്ടു കണ്ടോ. നേരെ സ്ലോയിലിട്ട് കാണ്ടാണ് കേട്ടോ വേവിച്ചത്, സിമ്മിലിട്ട് കാണ്ട്. അങ്ങനെ അത് വേവിച്ചെടുക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ പൊരിച്ചാൽ. അധികം ഇതൊന്നുമില്ലെങ്കിലും. അപ്പോൾ അതിന് ഞാൻ ആ മുരിങ്ങയൊക്കെ ഊരി ഇട്ടു. അപ്പം ഇന്ന് മുരിങ്ങ താളിപ്പും ഈ മീനുമാണ്. പിന്നെ ഓനെന്നെ കണ്ടോ കോരിയെടുത്തു. അതുകൊണ്ട് പിന്നെ എനിക്ക് ആ ഭാഗം നോക്കാതെ കഴിഞ്ഞു. ഇടയ്ക്ക് ഞാനും പോയി നോക്കണുണ്ട് എങ്കിലും. അങ്ങനെ പിന്നെ ഞാൻ ആ ഇതിക്കനെ ഓയിൽ നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ചുള്ളൂ. പിന്നെ ഞാൻ ലേശം ഓയിൽ പറന്നുകൊണ്ട് പിന്നെ കോരി ചട്ടി തന്നെ ലേശം ഓയിൽ പറഞ്ഞു. മീൻ പൊരി കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയുണ്ട്. ഞാൻ ഓയിൽ ചൂടായപ്പോൾ ഓനെന്നെ അതിൻ്റെ ആ പനിഞ്ഞുണ്ടല്ലോ മീനിൻ്റെ, അത് ഓന് ഭയങ്കര ഇഷ്ടമാണ്. മറ്റവർക്കൊന്നും അത്ര പോകില്ല, ആ ചൂട് തന്നെ തിന്നുള്ളൂ. അങ്ങനെ പിന്നെ ആ ചട്ടി തന്നെ ഇട്ടുങ്ങാണ്ട് അത് ആ കായത്തിലിട്ടുങ്ങാണ്ടൊന്ന് കുഴച്ചുങ്ങാണ്ട് അതേക്ക് ഇടുകയാണ് കേട്ടോ. ആ പഞ്ഞി എടുത്തിട്ടു. പിന്നെ അതൊന്ന് മൂടി വെച്ചെടുത്തു. ഇല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിത്തെറിച്ചും കണ്ട് ഒക്കെ പോകും. ഗ്യാസമ്മക്കൂടി ഇതിമ്മക്കൂടിയൊക്കെ ആകെ പോകും. പിന്നെ അതിൽ പിന്നെ ഞാൻ മൂടി തുറന്നുങ്ങാണ്ട് ഞാനൊന്ന് ഇളക്കി കൊടുത്തു. അവനോട് ഞാൻ പറഞ്ഞ പൊട്ടിത്തെറിച്ച് മാറി എന്നുള്ള പറഞ്ഞപ്പോൾ അങ്ങനെ ഞാനൊന്ന് മൂടി തുറന്നുങ്ങാണ്ട് ഇളക്കി കൊടുത്തു. മെല്ലെ ഒന്ന് അമർത്തിങ്ങാണ്ട് അവിടെ ഒന്നും കൂടി മൂടി വെക്കണം കേട്ടോ. എന്നെങ്കിൽ പൊട്ടിങ്ങനെ പൊരിയുന്നുണ്ട് കണ്ടോ. വീണ്ടും മൂടി വെച്ചു. അങ്ങനെ ഇനി ഒന്ന് വെന്ത് വരട്ടെ. പൊട്ടിനിതാ ഒരു വിധം ഏകദേശമൊക്കെ ആയി തുടങ്ങുന്നുണ്ട്. വീണ്ടും ഒന്നും കൂടി മറിച്ചിട്ടു കേട്ടോ. ഇവിടെ നല്ലോണം വേവണം എന്തായാലും. ഇങ്ങനത്തെ മീൻ, ഇറച്ചി ഒക്കെ എന്ത് സാധനവും അത് വിചാരിച്ച് നല്ലോണം ഇട്ട് കരിയണം നല്ല പറഞ്ഞത്. എങ്കിലും ഒരു മിതമായ വേവ് ആകണം. അങ്ങനെയുണ്ടോ. ഇതും കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്നുകൊണ്ട് മൊരിഞ്ഞ് വന്നിക്കണം. അതിൻ്റെ കായും ഇതും കൂടി ആ അരിപ്പൊടിയും കൂടിയും കൂട്ടുമ്പോഴേ നല്ല ക്രിസ്പി ആയിങ്ങാണ്ട് കിട്ടും കേട്ടോ. അങ്ങനെ
ഇതന്നെ മതി ചോറുന്നാൻ കേട്ടോ. ഈ പനിഞ്ഞി മാത്രം മതി. വീണ്ടും ഞാനൊന്നും കൂടി മൂടി വെച്ചു. ഒന്നും കൂടി ഇങ്ങോട്ട് ഞെരിഞ്ഞ് വരട്ടെ. അപ്പോൾ ഇതിന് ഞാൻ പോയി കണ്ട് എന്നിട്ട് ലേശം ഉള്ളി, ചെറിയുള്ളി, വെളുത്തുള്ളി ഞാൻ അരിഞ്ഞത് വല്യുള്ളീൻ്റെ ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ചെറിയുള്ളി തൊലിയെടുത്താൽ മടിയിട്ട്. പിന്നെ അതും ലേശം വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് ഒരു 2-3 മുളകും ഒക്കെ അരിഞ്ഞുണ്ടാക്കിട്ടോ. പിന്നെ അപ്പോൾ ഇതിന് ഞാൻ അതതിന്ന് കോരി മാറ്റിക്കാണ്ട് പനിഞ്ഞ് ഒന്ന് കോരി മാറ്റി ഇതുണ്ടോ, ഇതാണ് നമ്മളെ പനിഞ്ഞിട്ടോ. പിന്നെ ഞാൻ ആ ചട്ടിക്ക് തന്നെ കുറച്ചും കൂടി ഓയിൽ പറഞ്ഞുകൊണ്ട് ഇനി ബാക്കിയുള്ള മീനും കൂടി അതിൽ പൊരിക്കാൻ വേണ്ടിങ്ങാണ്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബ്, കമൻറ്റ് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇതിന് കിട്ടുന്നുണ്ടോ, ചെറിയ ടിപ്സ് ആണെങ്കിലും നല്ല ടേസ്റ്റിലെ സംഭവമാണ് കേട്ടോ. കാണാൻ നമുക്ക് വലിയതൊന്നും ഉണ്ടാവില്ല, എന്നാലും ചെറിയ പൊടിക്കൈകൾ ഉപയോഗിച്ചാൽ നമുക്ക് നല്ല ടേസ്റ്റ് ചെയ്യാണ്ട് നല്ല രുചിയിൽ ഭക്ഷണം ഉണ്ടാക്കട്ടോ. അപ്പോൾ അതാണ് ഞാൻ കാണിച്ചു തരുന്നത്. മാക്സിമം ഈ ഇതൊക്കെ ആകെ 1-2 മിനിറ്റ് 2 മിനിറ്റ് തികയില്ലല്ലോ, അങ്ങനത്തെ വീഡിയോസല്ലേ ഞാൻ ഇടുന്നത്. പിന്നെ ഞാൻ ആ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചുകൊണ്ട് ഞാനിതായി. പിന്നെ എൻ്റെ അടുക്കളൻ്റെ മിനുക്ക് പണികളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ചട്ടി തന്നെ വീണ്ടും എടുക്കുന്നത് കേട്ടോ. നല്ല ചട്ടികൾ ഉണ്ട്, തോന്നുന്നില്ലെങ്കിൽ കുറച്ചൊക്കെ ഉണ്ട്, പക്ഷേ അത് ഉപയോഗിക്കാത്തത്. അതുകൊണ്ടാണ് ഞാനിനി അടുക്കള ശരിയാക്കിയിട്ട് വേണം പാത്രങ്ങളൊക്കെ എടുക്കാനും കുറച്ച് വാങ്ങാനും എന്നൊക്കെ കരുതി നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഇതന്നെ ഉപയോഗിച്ച് അങ്ങനെ. പിന്നെ ഞാൻ അതിൽ ലേശം വെളിച്ചെണ്ണ പാർന്നു. അതിലേക്ക് ആ ഉള്ളികളൊക്കെ ഇട്ടു, വെളുത്തുള്ളിയും പിന്നെ മറ്റേ ചെറുള്ളിയല്ല ഞാൻ അരിഞ്ഞത്, സവാളൻ്റെ കഷ്ണമാണെങ്കിലും അതിട്ടു. പിന്നെ അതൊന്ന് മൂത്ത് വന്നപ്പം പിന്നെ മുളകിട്ടു. അതൊന്ന് മൂത്ത് വന്നപ്പോൾ പിന്നെ ആ മുരിങ്ങ അതിലിട്ടുങ്ങാണ്ട് ഇളക്കിയിട്ടോ. ഇതേമാതിരി ഒന്നും ഇങ്ങോട്ട് വഴറ്റി കൊടുത്താൽ താളിപ്പ് ഒന്നും കൂടി ബെറ്ററാകും. അല്ല അച്ചടിക്ക് കഞ്ഞിൻ്റെളം പറഞ്ഞാണ് താളിക്കൂട്ടോ. പിന്നെ അങ്ങനെ. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ്, എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ മീനൊക്കെ എടുത്തു പൊരിച്ചു. ഇതാ താളിപ്പ് അതിൻ്റെ ഇടയിൽ തീമക്കണുണ്ട്. പിന്നെ ഞാൻ അതിക്ക് ലേശം കഞ്ഞിൻ്റെളം കൊടുന്നുകാണ്ട് പാർന്നു. അധികം കുറുകിയ വെള്ളമല്ല കേട്ടോ പാർന്നത്, ഞാൻ തെളി മാത്രം എടുത്ത് വെച്ചിരുന്നത്. അപ്പം അതങ്ങനെ പാർന്നു കണ്ടോ. ഇവിടെ അത്യാവശ്യം നല്ല കറി വേണം, അതുകൊണ്ടാണ് അത്ര താളിപ്പുണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ താളിച്ചു. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് വാങ്ങി വെക്കണം. അതിൻ്റെ ഇടയ്ക്കയിൽ ലേശം ഉപ്പിട്ടു, പാകത്തിനില്ല ഉപ്പിട്ട് കൊടുത്തു. അങ്ങനെ കല്ലുപ്പാണ് കേട്ടോ. അങ്ങനെ ഇനി അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഞാനൊക്കെ കൂട്ടി ചോറുന്നു. അങ്ങനെ ഞാൻ കാര്യമായിട്ട് മീൻ പൊരിൻ്റെ റെസിപ്പി എടുക്കാൻ വേണ്ടി കണ്ടാണ് വീഡിയോ ചെയ്തത്. അപ്പോൾ പിന്നെ മുരിങ്ങ താളിപ്പ് അതിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ. അങ്ങനെ അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ.